നമസ്കാരം. KTDCയുടെ ചെയർമാനും മുൻ MLAയുമായ PK ശശിയെ കേരളത്തിലുള്ളവർക്കെല്ലാം പരിചിതമാണ്. അത്ര കുപ്രസിദ്ധനാണ്. PK ശശിക്കെതിരെ CPMന്റെ അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന് വന്നിരിക്കുകയാണ്. ശക്തനായ നേതാവായി വിരാജിച്ചിരുന്ന ജില്ലാ കമ്മിറ്റി അംഗം PK ശശിയെ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം നീക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ ശശി പാർട്ടിയുടെ പ്രാഥമിക അംഗം മാത്രമായി. പാർട്ടി തല അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് ശശിക്കെതിരെ നടപടിയെടുത്തത്. പാർട്ടിയുടെ സാധാരണ അംഗമായി ചുരുങ്ങിയതോടെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നും ശശിയെ നീക്കുമെന്ന് സൂചനയുണ്ട്. PK ശശിയുടെ തട്ടകമായ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനം മരവിപ്പിക്കാനും ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TM ശശിക്കാണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ ചുമതല നൽകിയിരിക്കുന്നത്. പാലക്കാട് ജില്ലാ നേതൃത്വത്തിൽ സർവശക്തനായി വാണിരുന്ന PK ശശിക്കെതിരെ നടപടി ഉണ്ടാകുന്നത് ഇത് രണ്ടാം തവണയാണ്. DYFI വനിതാ നേതാവിൻ്റെ പീഡന പരാതിയെ തുടർന്നായിരുന്നു ആദ്യ നടപടി. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയായിരുന്നു പരാതി അന്വേഷിച്ചത്. അന്വേഷണത്തിൽ പരാതി ശരിയാണെന്ന് കണ്ടെത്തിയതോടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന PK ശശിയെ അന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു. ഷൊർണൂർ MLA ആയിരിക്കെയായിരുന്നു നടപടി. ഷൊർണൂരിൽ ഒരു ടേം മാത്രം MLA ആയിരുന്ന PK ശശിക്ക് 2021 സീറ്റ് നൽകിയില്ല. ഇത് നടപടിയായി വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ കീഴിൽ KTDC ചെയർമാനായി നിയമനം കിട്ടി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ് KTDC. പീഡന പരാതിയിൽ നടപടി നേരിട്ടിട്ടും PK ശശിക്ക് വീണ്ടും ഉന്നത സ്ഥാനം ലഭിച്ചത് പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും ഞെട്ടിച്ചിരുന്നു. സംസ്ഥാന സെൻട്രലിൽ പ്രവർത്തിക്കുന്ന AK ബാലൻ്റെ നിർലോഭമായ പിന്തുണയിലാണ് PK ശശി പാലക്കാട്ടെ പാർട്ടിയിൽ മാടമ്പി ഭരണം നടത്തിയിരുന്നത്. എന്നാൽ പാലക്കാട് പാർട്ടിയിലെ ശാക്തിക ബലാബലത്തിൽ മാറ്റം വന്നു. അതിൻ്റെ ഫലമാണിപ്പോൾ പാർട്ടി സമ്മേളനം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശശിക്കെതിരെ കടുത്ത നടപടിയെടുത്തത്. പാലക്കാട്ടെ പാർട്ടിയുടെ നിയന്ത്രണം ഇപ്പോൾ മന്ത്രി MB രാജേഷിൻ്റെ കൈകളിലാണ്. DYFI വനിതാ നേതാവിൻ്റെ പരാതിയിൽ ശശിക്കെതിരെ ശക്തമായ നിലപാടെടുത്തത് രാജേഷായിരുന്നു. അന്ന് അന്വേഷണത്തിൽ PK ശശി അത്ര തീവ്രമല്ലാത്ത ഈ ലൈംഗിക പീഡനം ആയിരുന്നു നടത്തിയത് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് പുറത്തു വരികയാണ് ചെയ്തത്. MB രാജേഷിൻ്റെ വളർച്ച തടയാൻ ശശിക്കൊപ്പം ചേർന്ന് AK ബാലന് ഇടപെട്ടതോടെ രാജേഷും യുവജന നേതൃത്വവും എതിർ നിലപാട് സ്വീകരിച്ചു. ഇതോടെയാണ് പാലക്കാട്ടെ പാർട്ടിയിൽ AK ബാലൻ്റെ പിടിയഴിഞ്ഞത്. ബാലൻ ക്ഷീണിച്ചതോടെ ജില്ലയിൽ വലങ്കൈയായിരുന്ന ശശിയും ദുർബലനായി. 5 കൊല്ലം മുൻപുള്ള പരാതിയിൽ അടക്കം ഇപ്പോൾ നടപടി വന്നതിൻ്റെ കാരണവും ഈ മാറ്റങ്ങൾ തന്നെ. PK ശശി ചെയർമാൻ പദവി വഹിക്കുന്ന മണ്ണാർക്കാട്ടെ യൂണിവേഴ്സൽ കോഓപ്പറേറ്റീവ് കോളേജിൻ്റെ ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ നടപടിയുടെ പ്രധാന കാരണം. പ്രദേശത്തെ എല്ലാ സഹകരണ ബാങ്കുകളെ കൊണ്ടും കോളേജിൻ്റെ ഓഹരി വാങ്ങിപ്പിച്ചിരുന്നു. ചെറിയ സഹകരണ സ്ഥാപനങ്ങളെ കൊണ്ടുപോലും 25 ലക്ഷം രൂപയുടെ ഓഹരി എടുപ്പിച്ചു. ഇത് സംബന്ധിച്ച് പരാതി വന്നതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുത്തലത്ത് ദിനേശൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരടങ്ങുന്ന കമ്മീഷനെ അന്വേഷണത്തിനായി നിയോഗിച്ചു. മണ്ണാർക്കാട് ഏരിയയ്ക്ക് പുറത്തുള്ള സഹകരണ സ്ഥാപനങ്ങളെ കൊണ്ടും കോളേജിൽ ഓഹരി എടുപ്പിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഓഹരി സമാഹരണത്തിന് പിന്നിൽ ശശിയുടെ ഇടപെടലാണെന്നും കമ്മീഷൻ കണ്ടെത്തി. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി കേന്ദ്രീകരിച്ച് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന പരാതിയും കമ്മീഷന്റെ മുന്നിൽ വന്നിരുന്നു. അതിലും PK ശശിയായിരുന്നു പ്രതിസ്ഥാനത്ത്. ഇതാണ് കടുത്ത നടപടിക്ക് കാരണമായത്. പാലക്കാട് നടന്ന ജില്ലാ സമ്മേളനത്തിൻ്റെ പണപ്പിരിവിൻ്റെ കണക്ക് നൽകിയില്ലെന്ന പരാതിയും ശശിക്കെതിരെയുണ്ട്. ഇപ്പോൾ സാധാരണ പാർട്ടി അംഗമായി ചുരുങ്ങിയെങ്കിലും സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന സമ്മേളനങ്ങളിലൂടെ പാർട്ടിയുടെ ഉന്നത ശ്രേണിയിലേക്ക് തിരിച്ചു വരാൻ ശശിക്ക് കഴിയും. എന്നാൽ അതിനും നേതൃത്വത്തിൻ്റെ പച്ചക്കൊടി വേണം. അതുണ്ടാകുമോ എന്നാണ് അറിയാനുള്ളത്.